ചീസി ആലു പറാത്ത. നമ്മൾ ആലു പറാത്ത കണ്ടിട്ടുണ്ട്, അതായത് മൈദയുടെ ഉള്ളില് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ളത്. ഇത് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഈസി ആയിട്ടുള്ള ആലു പറാത്തയാണ്. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. റെഡി ബും പാ. ആലു പറാത്ത ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരിക്കും. ഞാൻ ഒരു ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത്. ഇതിൻ്റെ റീല് ഞാൻ ചെയ്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നമ്മുടെ കട്ട്ലൈറ്റിന് വേവിക്കില്ലേ, അതുപോലെ ഈ നോക്കി പാസ്തയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലേ, അതുപോലെ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. ഇതുപോലെ ഒരു അരിപ്പ പാത്രം എടുക്കുക. എന്നിട്ട് അരിപ്പ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതിനെ സ്മാഷ് ചെയ്യാം. അപ്പോൾ അധികം തുണ്ടും കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് ഇത് വന്നോളൂ കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഡോ ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല മാഷായി വന്നില്ലേ. ഇനി അതിലേക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പ്, ഇനി കുറച്ച് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ. ഉരുളക്കിഴങ്ങിന്റെ ക്വാർട്ടർ ഭാഗമേ വേണ്ട കേട്ടോ. ഉരുളക്കിഴങ്ങിനേക്കാളും കൂടുതലല്ല നമുക്ക് വേണ്ടേ, ഒരു ക്വാർട്ടർ ഭാഗമേ വേണ്ടൂ. കൊറിയാണ്ടർ, ഇനി കുറച്ച് ചീസ്. ഇനി വല്ലാണ്ട് ഇതിനെ കുഴച്ചിട്ട് മറക്കരുത് കേട്ടോ. ഒരു മീഡിയം കുഴച്ചാൽ മതി. ഈ ഭയങ്കരമായിട്ട് ഗ്ലൂട്ടൻ ഫോം ആവും. എന്നിട്ട് നമ്മുടെ ഒരു ആലു പറാത്തയുടെ ഒരു കൺസിസ്റ്റൻസി, അതായത് ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇതിനൂടെ ഫോൾഡ് ചെയ്ത് വെക്കാം. ഇത് നോക്കിയേ, നമ്മുടെ മാവ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ചപ്പാത്തി പരത്തണ പോലെ പരത്തുക. ദാറ്റ്സ് ഇറ്റ്. എപ്പോഴും ചപ്പാത്തി അല്ലെങ്കിൽ പൂരി എപ്പോഴും എണ്ണയില നല്ലത്. ഇങ്ങനെ സംഭവങ്ങളൊക്കെ പരത്തുമ്പോൾ ഗോതമ്പ് പൊടിയേക്കാളും പരത്താൻ നല്ലത് ഇല്ല, നീൻ്റെ തല കയറിക്ക് മറ്റേ മൈദയാണ് കേട്ടാ. ഈ ഡോ കണ്ട, ഉരുളക്കിഴങ്ങിൻ്റെ ഡോ ആയതുകൊണ്ടാണ് ഇങ്ങനെ. നമ്മുടെ ഗോതമ്പിൻ്റെ പോലെ ഇതിനധികം ഗ്ലൂട്ടൻ ഫോം ആവാനുള്ള അവസരം കൊടുക്കരുത് കേട്ടോ. സോ നമുക്കൊരു 6 ഉണ്ടാക്കാം. നീ നിന്ന് ഇതൊരെണ്ണം പരത്തുന്നത് എടുക്കാം. പരത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് പൊടി വേണം. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് പരത്തുമ്പോൾ ഒരിക്കലും അമർത്തരുത്. ജസ്റ്റ് ഇതിൻ്റെ ആ വെയിറ്റ് മാത്രം മതി കേട്ടോ. ഇല്ല വെച്ചെങ്കിൽ ഇത് പൊട്ടിപ്പോവും. ഓക്കെ, യു ഡോണ്ട് പ്ലേ അറൗണ്ട് ടു മച്ച് വിത്ത് ദിസ്. ദാറ്റ്സ് ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ, ബിക്കോസ് ഇറ്റ്സ് മെയിൻലി പൊട്ടാറ്റോ ബേസ്ഡ്. നമ്മൾ ഉരുളക്കിഴങ്ങ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഈ ചപ്പാത്തി അല്ലെങ്കിൽ നമ്മുടെ ആലു പറാത്ത ഇവിടുന്ന് എടുക്കണ സമയത്ത് സൂക്ഷിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവേ. ഇനി നമ്മുടെ സാധാ ചപ്പാത്തി വേവിക്കണ പോലെ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പം നോക്കിയാൽ നമ്മുടെ ചപ്പാത്തി പോലെ ശരിക്കും നല്ല അടിപൊളിയായിട്ട് കുറച്ച് കനത്തിലുണ്ടാക്കിയാൽ മാത്രമേ ഈ സ്റ്റീമിൽ ഇങ്ങനെ പൊന്തി വരുള്ളൂ കേട്ടോ. വൺസ് ഇങ്ങനെ പൊന്തി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡി, ബിക്കോസ് ഓൾമോസ്റ്റ് 120 ഡിഗ്രിയാണ് ഇൻസൈഡ് വരിക അതിൻ്റെ ടെമ്പറേച്ചർ. കണ്ട, നല്ല ഫ്ലഫി ജെല്ലി ലുക്കാ. ബ്യൂട്ടിഫുൾ. നമുക്ക് തിന്നണ സമയത്ത് ഇനി ബട്ടർ കൂട്ടിയിട്ട് തിന്നാം. ലുക്കാതാ. വെണ്ണ അല്ലെങ്കിൽ ബട്ടർ. ബട്ടർ ഉണ്ടല്ലോ ഇവിടെ. സെയിം ഇത് ഇടണം കാട്ടി. ബ്യൂട്ടിഫുൾ ആലു പൊറാത്ത. ലുക്ക് അറ്റ് ദാറ്റ്. എന്ത് ഈസിയാന്ന് കണ്ടില്ലേ. ഇനി നമ്മൾ തിന്നണ സമയത്ത് ഒന്നെങ്കിൽ ഗാർലിക് ബട്ടർ അല്ലെങ്കിൽ സാദാ ബട്ടർ എടുക്കുക. ഉറപ്പായിട്ടും ബട്ടർ എടുത്തോളൂട്ടാ. എന്നിട്ട് നമ്മുടെ പൊറോട്ടയുടെ മുകളിൽ കണ്ട ആ ചൂടാറിനേക്കാളും മുന്നേ ഇങ്ങോട്ട് പരട്ടുക. യു ഹാവ് ടു ഹാവ് പ്ലെൻറ്റി ബട്ടർ ടു ഫീൽ ദ ടേസ്റ്റ് ആൻഡ് ലുക്ക്. 3 വിരല് ഒന്നും വേണ്ട കേട്ടാ. ഇത് നോക്കിയേ, ഹൗ സോഫ്റ്റ് ഇറ്റ് ഈസ്. ഇനി എനിക്ക് കുറച്ച് എക്സ്ട്രാ ബട്ടർ വേണം കേട്ടോ. ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി എക്സ്ട്രാ ബട്ടറും കൂടെ പരത്തിയിട്ട് ഫോൾഡ് ആൻഡ് യു മഞ്ച് Oh my God, so good, beautiful. ഓക്കെ, അപ്പോൾ നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. ഉരുളക്കിഴങ്ങ് വേവിക്കുക. മൈദ 3:1 റേഷ്യോ വേണം എടുക്കാനായിട്ട് കേട്ടോ. ചീസ്, സം കൊറിയാണ്ടർ ലീവ്സ്, പരത്തിട്ട് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചോളൂ, അല്ലെങ്കിൽ ചോപ്പിംഗ് ബോർഡിൽ നിന്ന് തന്നെ നേരെ ടിപ്പ് ചെയ്തിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ടാൽ മതി. കുക്ക് നൈസായിട്ട് കുക്ക് ചെയ്യുക. നമ്മുടെ കൂട്ടത്തിൽ വല്ല കറി അല്ലെങ്കിൽ വെറുതെ അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ മുട്ട എങ്ങാനും പൊരിച്ച് വെച്ചിട്ട് അടിക്കുക. അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോളം കാണാൻ. ബൈ ഫോർ നോ, ബൈ ബൈ.